Hi everyone, this is Yebin Say from Evika. iOS 18.5-ന്റെ പുതിയ ബേറ്റ ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഇത് അപ്ഡേഷൻ വന്നിരിക്കുന്നത് ഏകദേശം 567 MB-ലാണ് എൻ്റെ ഐഫോൺ 11-ൽ വന്നിരിക്കുന്നത്. മിക്കവാറും എല്ലാ ഡിവൈസിലും 1 GB താഴത്താണ് ഈ അപ്ഡേഷൻ വരാനുള്ള ചാൻസ് ഉള്ളത്. അതോടൊപ്പം എല്ലാ ബേറ്റ പ്രൊഫൈൽ ഇൻസ്റ്റാൾ ചെയ്ത ഡിവൈസുകൾക്കും മാത്രമാണ് ഈ ഒരു ബേറ്റ ലഭിക്കുന്നത്. അല്ലാത്ത പക്ഷം ബേറ്റ നിങ്ങളുടെ ഫോണിൽ അപ്ഡേഷനിൽ കാണില്ല. ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ആപ്പിൾ കുറേയധികം പുതിയ അപ്ഡേറ്റ്സ് റിലീസ് ചെയ്യുന്നുണ്ട്. ഐപാഡ് റിലീസ് ചെയ്യുന്നുണ്ട്, വാച്ച് OS റിലീസ് ചെയ്യുന്നുണ്ട്, മാക്OSനൊക്കെ ഈ പറഞ്ഞ പുതിയ ബേറ്റാസ് ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ റെഗുലറായിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ്സും ടിപ്സും ട്രിക്സും എല്ലാം അറിയാനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് നമുക്ക് ഈ അപ്ഡേഷൻ്റെ ബെൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യാം. അതിന് സെറ്റിംഗ്സിലേക്ക് പോവാം. ജനറൽ എബൌട്ട് സെക്ഷനിൽ പോയി നമ്മുടെ സോഫ്റ്റ് വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് പ്രത്യേകം കാണാൻ പറ്റും. കാരണം iOS 18.5 22F5053J എന്നുള്ള ആൽഫബറ്റിലേക്കാണ് പോയിരിക്കുന്നത്. അതായത് ലാസ്റ്റ് വന്ന അപ്ഡേറ്റിനെക്കാട്ടും ഒന്നും കൂടെ ഒരു സ്റ്റെപ്പ് ബാക്കിലേക്കാണ് ഈ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. യൂഷ്വലി ഈ പറഞ്ഞ J എന്ന ആൽഫബറ്റ് മാറി ഒരു DO അല്ലെങ്കിൽ CO ആണ് നമ്മൾ ശരിക്കും കാണേണ്ടത്. കാരണം ഓരോ അപ്ഡേറ്റിന് ശേഷം മുമ്പോട്ട് പോകേണ്ടതാണ് ഓരോ പുതിയ ബേറ്റാസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു ബേറ്റ ബാക്കിലേക്കാണ് പോയിരിക്കുന്നത്. മേ ബി എന്തെങ്കിലും ബഗ് ഫിക്സോ മേജറായിട്ടുള്ള എന്തെങ്കിലും റിസോൾവിങ്ങോ ഉള്ളതുകൊണ്ടായിരിക്കും ഈ ഒരു അപ്ഡേറ്റ് ബാക്കിലേക്ക് പോയത്. ഈ ഒരു അപ്ഡേഷൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് എന്നാണ് നമ്മുടെ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. സോ എന്തായാലും ഫുൾ വീഡിയോ കാണുക. ആൻഡ് ഈ ഒരു അപ്ഡേഷനിൽ നമുക്കൊരു പുതിയ മോഡേൺ ഫോമിൻ്റെ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടെക്നിക്കലായ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് റിസോൾവ് ചെയ്യാനും ചാൻസ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഐഫോണിൽ നമുക്ക് ഓരോ സിമ്മിൻ്റെയും ഒരു പുതിയ കാരിയേഴ്സ് ഉണ്ടാവും. ഈ കാരിയേഴ്സും ഈ ഒരു അപ്ഡേഷനിൽ ആപ്പിൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നേരത്തെ എൻ്റെ iOS 18.4.1-ൽ എയർടെലിലെ കാരിയർ 63 ആണെങ്കിൽ ഈ പറയുന്ന iOS 18.5-ലേക്ക് വരുമ്പോൾ സിം കാരിയർ എയർടെൽ 64 ആയിട്ട് ഇംപ്രൂവ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാരിയേഴ്സ് അപ്ഡേഷനും ആപ്പിൾ ഈ ഒരു അപ്ഡേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സിം കാരിയേഴ്സിന് മാത്രമായിട്ട് ആപ്പിൾ ഈ ഒരു അപ്ഡേഷനിൽ കുറച്ചധികം ട്വീക്കിങ്ങും അപ്ഡേഷനും കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ത്യയുടെ സിം ആയിട്ടുള്ള ജിയോ എന്ന നെറ്റ്വർക്കിൽ ഇനി മുതൽ RCS സപ്പോർട്ട് മെസ്സേജിംഗ് വന്നിട്ടുണ്ടാവും. RCS എന്ന് പറയുന്നത് റിച്ച് കമ്മ്യൂണിക്കേഷൻ സർവീസ് എന്നാണ് പറയുന്നത്. ഈ പറഞ്ഞ ആൻഡ്രോയിഡിലേക്ക് ഇനി മുതൽ നമുക്ക് iMessage ലഭിച്ചിരുന്ന റീഡ് ആൻഡ് റെസിപ്റ്റ് ഓപ്ഷൻ അഥവാ ഈ പറയുന്ന മെസ്സേജ് സെൻഡ് ചെയ്തതിനാൽ വാട്സപ്പിലൊക്കെ കാണൂലേ ഡെലിവറി ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾ കണ്ടിട്ടുണ്ട് എന്നീ പറഞ്ഞ റീഡ് ആൻഡ് റെസിപ്റ്റിൻ്റെ ഓപ്ഷൻ ഇനി മുതൽ ആൻഡ്രോയിഡിലേക്ക് മെസ്സേജ് അയക്കുമ്പോഴും നിങ്ങൾക്ക് ജിയോ സിം ആണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. ആ ഒരു ഓപ്ഷനും ഇന്ത്യൻ യൂസേഴ്സിന് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതോടൊപ്പം ഈ ഒരു അപ്ഡേഷനിലും നമുക്ക് ബാറ്ററി ഇൻ്റലിജൻസ് എന്ന ഓപ്ഷൻ ആപ്പിൾ കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ ഫോൺ കണക്ട് ചെയ്യുമ്പോൾ എത്ര നേരത്തിനുള്ളിൽ ഈ ഒരു ഫുൾ ചാർജ് ആകും എന്നുള്ള ഫുൾ ഓപ്ഷൻസിനും വേണ്ടിയാണ് ആപ്പിൾ ഈ പറഞ്ഞ ബാറ്ററി ഇൻ്റലിജൻസ് കൊണ്ടുവരും എന്ന് പറയുന്നത്. കോഡിങ്ങിൽ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു, പക്ഷേ റിയാലിറ്റിയിലേക്ക് ആപ്പിൾ കൊണ്ടുവന്നിട്ടില്ല. മേ ബി അത് iOS 19-ലേക്കായിരിക്കും ആപ്പിൾ പുഷ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു അപ്ഡേറ്റിൽ എയർ ഡ്രോപ്പ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ടെന്നാണ് നമുക്ക് റിപ്പോർട്ട്. അതോടൊപ്പം തന്നെ കാർപ്ലേയുടെ ഒരു ബഗ് iOS 18.4.1-ൽ ആപ്പിൾ റിസോൾവ് ചെയ്തായിരുന്നു. നിങ്ങൾ iOS 18.4.1 ആണെങ്കിൽ എങ്ങനെയുണ്ടെന്ന് നമ്മുടെ വീഡിയോ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഫീഡ്ബാക്ക് ആപ്പിലേക്ക് നോക്കുമ്പോൾ നമുക്ക് വലുതായിട്ട് ഒരു ചേഞ്ചോ അതോടൊപ്പം വലിയ റിസോൾവ് ഇഷ്യൂസോ കാണാൻ പറ്റില്ല. ഇവിടെ ചെറിയ കാര്യങ്ങളാണ് റിസോൾവ് ഇഷ്യൂസ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. നോൺ ഇഷ്യൂസിൽ ഈ പറഞ്ഞ സിറിയിൽ ചെറിയൊരു പ്രശ്നം ആപ്പിൾ കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ ബേറ്റ പ്രൊഫൈൽ ആണെങ്കിൽ ബഗ്ഗോ വലിയ സ്റ്റാറ്റേഴ്സോ ഫീൽ ചെയ്യുകയാണെങ്കിൽ എന്തായാലും ആപ്പിളിന് ഒരു ഫീഡ്ബാക്ക് കൊടുക്കുക വിത്ത് സ്ക്രീൻഷോട്ട് ഓർ സ്ക്രീൻ റെക്കോർഡ്. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടി അടുത്തൊരു അപ്ഡേറ്റിൽ ആപ്പിളിന് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു ഡീസൻ്റായ പെർഫോമൻസ് ആണ് എനിക്ക് ഈ ഒരു അപ്ഡേറ്റിന് ശേഷം ലഭിക്കുന്നത്. എല്ലാ ആപ്ലിക്കേഷൻസും സ്മൂത്തായിട്ട് തന്നെ റൺ ആവുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് നേരെ ഈ പറയുന്ന ആപ്പിൾ മ്യൂസിക് എടുക്കാം. ആപ്പിൾ മ്യൂസിക്കും അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ട് ലോഡ് ആയിട്ടുണ്ട്. ഒരു ഇനീഷ്യൽ ലോഞ്ചാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ, അതും അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ടാണ് ലോഡ് ആയിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഈ പറഞ്ഞ ക്യാമറ എടുക്കാം. ക്യാമറയും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് തന്നെയാണ് ലോഡ് ആയിരിക്കുന്നത്. എല്ലാ ആപ്ലിക്കേഷൻസും iPhone 11-ലും സ്മൂത്ത് ആയിട്ട് തന്നെയാണ് ഓപ്പൺ ആവുന്നതും വർക്ക് ആവുന്നതും. ആൻഡ് ഹീറ്റ് മാനേജ്മെൻറ്റിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഇത്രയും നേരം ഞാൻ യൂസ് ചെയ്തിട്ടും കൺട്രോൾഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലാണ് ബാറ്ററിയുടെ ഹീറ്റ്നെസ് ഫീൽ ചെയ്യുന്നത്. യാതൊരു ചൂടോ ബാക്കിയൊരു കാര്യങ്ങളോ എനിക്ക് അൺയൂഷ്വലായിട്ട് ഫീൽ ചെയ്യുന്നില്ല. സൈഡ് ബാറിലാണെങ്കിലും എനിക്ക് വലിയ ചൂടൊന്നും ഫീൽ ചെയ്യുന്നില്ല. ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ
എൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ഡിവൈസിൻ്റെ ചാർജ് 100% ആയിരുന്നു. ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത് ഡീഗ്രേഡ് ആയിട്ട് ഏകദേശം 74% കാണിക്കുന്നത്. ഇത്ര നേരം സ്ക്രീൻ ഓൺ ആക്കി വെച്ചിട്ടും ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും 100% ഉള്ളത് ആ ഒരു പെർസെൻറ്റേജ് നിൽക്കുന്നത് 98 97 ആയിട്ട് കുറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ പറയുന്നത് ഈ ഒരു ബാറ്ററി കപ്പാസിറ്റിയിൽ 100%ഉം അതോടൊപ്പം തന്നെ എനിക്ക് കിട്ടുന്ന ആ ഒരു ഔട്ട്പുട്ടും ഓക്കെയാണ്. അത് ഡീസൻ്റ് ആയിട്ടൊരു ഔട്ട്പുട്ട് എനിക്ക് ലഭിക്കുന്നുണ്ട്. എനിക്കതിൽ ഓൾറെഡി ഈ പറഞ്ഞ ബാറ്ററിയുടെ കപ്പാസിറ്റി കുറവാണ്. ആൻഡ് ബാറ്ററിയുടെ ആ ഒരു ചാർജിങ് യൂസേജ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ കൂടുതൽ സെക്കൻഡ് ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ മെയിലും ഇൻസ്റ്റാഗ്രാമും അങ്ങനത്തെ കുറച്ചധികം സോഷ്യൽ മാനേജ്മെൻറ്റും സോഷ്യൽ ഇൻട്രാക്ഷൻ ആപ്ലിക്കേഷൻസുമാണ് ഈ ഒരു ഡിവൈസിൽ യൂസ് ചെയ്യുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. അതോടൊപ്പം എന്നായിരിക്കും iOS 18.5ൻ്റെ ഒഫീഷ്യൽ അപ്ഡേഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ ആപ്പിൾ ഒരു വീക്ക്ലി സൈക്കിളാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മിക്കവാറും ഏപ്രിൽ ലാസ്റ്റ് വീക്കിൽ 28, 29 ആകുമ്പോഴത്തേക്കും RC ബിൽഡോ അല്ലെങ്കിൽ ഒരു പുതിയ ബേറ്റയോ ലഭിക്കാൻ ചാൻസ് ഉണ്ട്. പുതിയ ബേറ്റ 4 ആണെങ്കിൽ മെയ് 6 5 ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കായിരിക്കും പുതിയ RC റിലീസ് വരാനുള്ള ചാൻസ്. അതല്ല RC റിലീസ് ഏപ്രിൽ അവസാനം തന്നെ വരികയാണെങ്കിൽ മെയ് 5 അല്ലെങ്കിൽ മെയ് 12 നമുക്ക് ഒഫീഷ്യൽ iOS 18.5 അപ്ഡേഷൻ കാണാനുള്ള ചാൻസ് ഉണ്ട്. അതിനപ്പുറം മിക്കവാറും പോകാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. അതിനുശേഷം തന്നെ നമുക്ക് iOS 18.6ൻ്റെ ബേറ്റ 1 ആപ്പിൾ റിലീസ് ചെയ്യും. അടുത്ത മാസം അഥവാ ജൂൺ 9 iOS 19ൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് നമുക്ക് ലഭിക്കും. 9 രാത്രി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിൽ ആപ്പിൾ ഇവന്റ് കഴിഞ്ഞതിന് ശേഷം iOS 19ൻ്റെ ഫസ്റ്റ് ബേറ്റ എല്ലാ ഡെവലപ്പേഴ്സിനും ലഭിക്കും. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ആകുമ്പോഴത്തേക്കാണ് ഒഫീഷ്യൽ അപ്ഡേഷൻ എല്ലാ യൂസേഴ്സിനും ലഭിക്കാൻ പോകുന്നത്. അത്ര നാൾ നമുക്കൊരു പബ്ലിക് ബേറ്റയുടെ ടൈമിലായിരിക്കും ഈ പറഞ്ഞ iOS 19 ഇനി വരാൻ പോകുന്നത്. ഇതൊക്കെയാണ് iOS 19ൻ്റെയും 18ൻ്റെയും പുതിയ പ്രഡിക്ഷൻ ലൈനപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾ കുറേയധികം കാര്യങ്ങൾ മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ എന്താ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. ഇതേപോലെ ആപ്പിൾ അപ്ഡേറ്റ് ആയിട്ടുള്ള എല്ലാ റെഗുലർ കാര്യങ്ങളും നിങ്ങൾക്കറിയാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഫേസ്ബുക്കിൽ കൂടെ നിങ്ങൾക്ക് നമ്മളെ ഫോളോ ചെയ്യാം. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഇസ് Evin Xavier signing from Evica.